آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യത്തിൽ തക്ഫീർ തക്ഫീർ നടക്കുന്നത് ബിൽ ഔസാഫി അവിൽ അഫ്ആൽ. നമുക്ക് ഒരാളെ ഡയറക്റ്റ് ആയിട്ട് അവൻ കാഫിറാണ് എന്ന് വ്യക്തിയെ പറയാൻ പറ്റുകയില്ല. നേരെ മറിച്ച് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് അവനോട് ഇങ്ങനെ പറയാം: മൻ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് കഫറ. ഒരാള് അള്ളാഹു അല്ലാത്ത വല്ലതിനെയും വിളിച്ച് സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ കാഫിറാണ്. പക്ഷെ അവനെ കാഫിറെ എന്ന് നമുക്ക് വിളിക്കാൻ പാടുള്ളതല്ല. അവനോട് നമുക്ക് എന്ത് പറയാം? മൻ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് കഫറ. എടാ, ഇങ്ങനെയാണുള്ളത്. അള്ളാഹു അല്ലാത്തവരിൽ ഒരാൾ സത്യം ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് അവനോട് പറയാം. അതുപോലെ മൻ തറക്ക സ്വലാത്ത ഫഖദ് കഫറ. നിസ്കരിക്കാത്ത ആളെ അയാൾ എടാ കാഫിർ എന്ന് അയാളെ വിളിക്കാൻ പാടില്ല. അയാളോട് ഇത് പറയാം: എന്ത്? മൻ തറക്ക സ്വലാത്ത ഫഖദ് കഫറ. നിസ്കാരത്തെ ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ അവന് ദീനിൽ നിന്ന് പുറത്താണ് കേട്ടോ എന്ന് അവനോട് പറയാം. അതുപോലെ വമൻ അൻകറൽ മലായികത ഫഖദ് കഫറ. മലക്കുകളെ നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. വമൻ ദബഹ ലി ഗൈരില്ലാഹി ഫഖദ് കഫറ. അള്ളാഹു അല്ലാത്തവന്റെ പേരിൽ അറവ് നടത്തിയാൽ അവൻ കാഫിറാണ്. വമൻ കാന മജൂസിയൻ. ആരെങ്കിലും തീയാരാധകനായാൽ ഫഹുവ കാഫിറുൻ. വമൻ കാന ബൂദിയൻ ഫഹുവ കാഫിറുൻ. ഇങ്ങനെ അവൻ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് നമുക്ക് പറയാം. അതല്ലാതെ അയാളുടെ വ്യക്തിപരമായി അയാളുടെ നോക്കിയിട്ട് ഒരാളുടെ പേരിൽ അയാൾ നീ കാഫിർ എന്ന് വിളിക്കാൻ ആർക്കും അനുവാദമുള്ളതല്ല. അപ്പൊ അത് പിന്നെന്താണ്? തക്ഫീറും ബിൽ ഐൻ. ഒരു ഷഖ്സിനെ, ഒരു വ്യക്തിയെ എന്തെങ്കിലും കുഫറിന്റെ പ്രവർത്തനമോ കുഫറിന്റെ സംസാരമോ അവനിൽ വന്നു കഴിഞ്ഞാൽ അവനെ കാഫിർ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്, ഡയറക്റ്റ് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് മൻഹജു അഹ്ലു സുന്നത്തി വൽ ജമാ. മൻഹജ് അഹ്ലു സുന്നത്തി വൽ ജമാ എന്താണ്? അത്തക്ഫീറു ബിൽ ഫിഇലി അവിൽ വസ്ഫി. ഫിഇല് കൊണ്ടും വസ്ഫ് കൊണ്ടും തക്ഫീർ, കാഫിർ ആകും എന്ന് പറയാനേ നമുക്ക് പറ്റും. ഇന്ന പ്രവർത്തി ചെയ്താൽ, ഇന്ന ഗുണം നിന്നിലുണ്ടെങ്കിൽ നീ കാഫിർ ആകും, ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയാനാണ് പറ്റുകയുള്ളൂ. പിന്നെ അപ്പോൾ ഒരാളെ വ്യക്തിപരമായി അയാൾ കാഫിറാണ് എന്ന് പറഞ്ഞ് തീരുമാനിക്കേണ്ടത് ഇമാമിനുള്ള അർഹതയാണ്. അത് ഇമാമിനെ പറ്റൂ, അതല്ലെങ്കിൽ ഇമാമിന്റെ നായിബിനെ പറ്റൂ. പക്ഷെ തെളിവ് വേണം. ഇമാമിനും നായിബിനും തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ കാഫിറാണ് എന്ന് വിളിക്കുന്നതിൽ തെറ്റുള്ളതല്ല. പിന്നീട് അവന്റെ മേലിൽ നടപടി എടുക്കാവുന്നതാണ്. തെളിവ് വേണം എന്ന് പറഞ്ഞാൽ ഷർത്തുകൾ ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് ഷർത്ത്? ഷർത്ത് അഖിലാണ്. ഒരാള് നേരത്തെ പടച്ചോരെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ മലക്കുകൾ എങ്ങനെ ഭയങ്കര തെറി വിളിച്ചുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ പ്രവാചകന്മാരെ ഭയങ്കര തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവനെ കുറിച്ച് അവനക്ക് ബുദ്ധി ഇല്ലാത്തവനാണെങ്കിൽ അവനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. അവൻ ബുദ്ധിയും ബോധത്തോടു കൂടെയാണ് പറയുന്നത് എങ്കിൽ ഒരു ഇമാമിന്, അതല്ലെങ്കിൽ അവന്റെ നായിബിന് അവൻ കാഫിറാണ് എന്ന് വിധിക്കാൻ പറ്റും. അതല്ലെങ്കിൽ മവാനി ഉണ്ടാവരുത്. അതായത് ചില ആളുകള് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ, ആളെ പിടിച്ചു നിർത്തിയിട്ട് ജയശ്രീരാം വിളിപ്പിക്കുന്ന പരിപാടി. അങ്ങനെ ഒരാളെ മുക്രഹായിട്ട് നിർബന്ധപൂർവം ഒരാളെ കൊണ്ട് ഇസ്ലാമിനെതിരിൽ ചെയ്യിപ്പിക്കുക, അയാളുടെ മനസ്സുകൊണ്ട് അയാൾ ചെയ്തതല്ല, അയാളുടെ ഇഷ്ടം കൊണ്ട് ചെയ്തതല്ല, അയാളുടെ മുക്രഹായിട്ട് അയാളെ നിർബന്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെയും ഉണ്ടാവാം. അതൊക്കെ അതിൽ നിന്ന് പുറത്താണ്. അതല്ലാതെ ബുദ്ധിപരമായി സ്വയം ഇഷ്ടപ്രകാരം ആരെങ്കിലും ഇസ്ലാമിന് എതിരിൽ വല്ലതും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്താൽ അവൻ കാഫിറാണ് എന്ന് വിധിക്കേണ്ടത് ഇമാമാണ്. നമുക്ക് അവനോട് എന്ത് പറയാനേ പറ്റുള്ളൂ? ഒരാള് നിസ്കരിക്കാത്ത ആളെ കാണുകയാണ്, ലൗ അന്ന ശഖ്സൻ റഅ റജുലൻ ലാ യുസല്ലി. നിസ്കരിക്കാത്ത ഒരാൾ കാണുകയാണെങ്കിൽ അവനോട് ഇവൻ പറയരുത്, എന്ത് പറയരുത്? അന്ത കാഫിറുൻ ലാ തുസല്ലി. ഇത് കാഫിറാടാ, നിസ്കരിക്കാത്ത കാഫിറാടാ എന്ന് പറയാൻ പാടില്ല. വഇന്നമാ യഖൂലു ലഹു മസലൻ. അവനോട് ഇങ്ങനെ പറയാം: എന്ത്? മൻ തറക സ്വലാത്ത ഫഹുവ കാഫിറുൻ. നിസ്കാരത്തെ ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൻ കാഫിറാണ് എന്ന് അവനോട് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ആരെങ്കിലും ദീനിനെ പരിഹസിക്കുന്നത് കണ്ടാൽ അവനോട് നമുക്ക് എന്ത് പറയാം? മനിസ്തഹ്സഹ ബിദ്ദീനി കഫറ. ദീനിനെ പരിഹസിച്ചാൽ അവൻ കാഫിറാവൂട്ടോ എന്ന് അവനോട് പറയാൻ പറ്റും.
അപ്പോൾ ഒരു വ്യക്തിയെ അവൻ കാഫിറാണ് എന്ന് പറയേണ്ടത് ഒരു ഖാളി ചെയ്യേണ്ടതാണ്. ആ ഖാളി തന്നെ അവനോട് എങ്ങനെ പറയണം? അന്ത ഫഅൽത കദാ വ കദാ, നീ ഇന്നത് നിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് അത് വിഗ്രഹ ആരാധനയിൽ പെട്ടതാണ്, ദീനിന്ന് പുറത്താകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഫഇല്ലം യർത്തദി അൻ ദാലികൽ ഫിഅൽ, അവൻ എന്നിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടും അവൻ അതിൽ നിന്ന് മടങ്ങുന്നില്ലെങ്കിൽ ഖാദിക്ക് അവൻ കാഫിറാണെന്ന് വിധിക്കുകയും അവനെ കൊല്ലാൻ വേണ്ടി വിധിക്കുകയും ചെയ്യും. മുർത്തദിനെ കൊല്ലണമെന്നാണല്ലോ, അങ്ങനെ വിധിക്കാം എന്നുള്ളതാണ്. അതാണ് ആ മസല. അതുപോലെ പിന്നെ നവാഖിദുൽ ഇസ്ലാമി 10 എന്ന് പറഞ്ഞു. 10 ഏറ്റവും പ്രധാനപ്പെട്ട നവാഖിദുകൾ 10 എന്ന് പറഞ്ഞു. അത് തന്നെ ഒരു 3 വിഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ 10 തന്നെ ഒരു 3 വിഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും, 3 കിസ്മുകളായിട്ടാണ്. ഒന്നാമത്തെ നാഖിലായ കാര്യത്തെ അത് സത്യത്തിൽ ഇൽഹാദ് എന്നാണ് പറയാം. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം എന്നാണ് ശരിക്കും വാക്കർത്ഥം. പക്ഷെ ഇവിടെ ഇൽഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരീശ്വരവാദമല്ല, പിന്നെന്താണ്? ഒരാൾ അയാളുടെ പ്രാർത്ഥനയിലോ അയാളുടെ ആവശ്യങ്ങൾക്കോ അള്ളാഹുവിനെ ഒരിക്കലും വിളിക്കുകയില്ല. അള്ളാഹുവിനെ വിളിക്കാതെ അള്ളാഹുവിന്റെ പടപ്പുകളെ, മലക്കുകളെ, പ്രവാചകന്മാരെ, അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ, ഇവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് അവൻ തേടുന്നില്ല. അങ്ങനത്തെ അവസ്ഥയുള്ളതാണ് ഇൽഹാദ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആയിട്ടാണ് ഷിർക്ക്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ അത് രണ്ടാമത്തതാണ് ഷിർക്ക് എന്ന വകുപ്പിൽ പെടുക. ഷിർക്ക് ആകുമ്പോ അവന് ശരീക്കാക്കലാണ്. അള്ളാഹുവിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും, രണ്ടും ഉണ്ടാകും. ഖബറുകൾ ചെല്ലുകയും ചെയ്യും, അതുപോലെ അള്ളാഹിനോടും പ്രാർത്ഥിക്കും. ഇങ്ങനെ രണ്ടും ചെയ്യുന്ന വിധത്തിലുള്ള ഷഫാഅത്ത് ചോദിക്കുക, ഇതുപോലെ പിന്നെ അതിനെങ്ങനെയാണ്? മൻ ജഅല ബൈനഹു വ ബൈനല്ലാഹി വസായിത യദ്ഊഹും വയസ്അലുഹും ശഫാഅത വയതവക്കലു അലൈഹിം. അതാണ് അതിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഇടയാളന്മാരെ, വാസുത്തകളെ വെക്കുക, എന്നിട്ട് അവരോട് ഇവൻ തേടുക, വാസുത്തകളോട് തേടുക, പ്രാർത്ഥിക്കുക, അവരോട് ശഫാഅത്തിനെ തേടുക, അവരിൽ തവക്കുലാക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ശഫാഅത്ത് കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് പറയണം. ഇങ്ങനെ അള്ളാഹുവിന്റെ അടയാളന്മാരെ, അള്ളാഹുവിന്റെ അടിമകളെ അടയാളന്മാരാക്കി അള്ളാഹുവിലേക്ക് തേടുന്നതിനാണ് ഷിർക്ക്, ശരീക്കാക്കുക എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ വകുപ്പ്. മൂന്നാമത്തതും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് വരുന്ന 8 എന്റെ പേര് കുഫ്ർ എന്നാണ് പറയാം. കുഫ്ർ എന്ന് പറഞ്ഞാൽ ജഹദ്, നിഷേധിക്കുക. അത് ഇൻഷാ അല്ലാഹ് വിഷയം ചർച്ച ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അപ്പൊ എന്താണ് ഷിർക്ക്, കുഫ്ർ, ഇൽഹാദ്? ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഈ 10 കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോ എന്താണ് ഇതിന്റെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ? വൽ ഫർഖു ബൈന ശിർക്ക് വൽ കുഫ്രി വൽ ഇൽഹാദ്. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിക്കുകയില്ല മഖ്ലൂക്കിനോട് കൂടെ, അവൻ പരിപൂർണമായും റബ്ബിന്റെ ഭാഗം പറ്റേ ഉപേക്ഷിക്കും. ഏതുപോലെ ആള് പറയാ, യാ ഹുസൈൻ, ഹുസൈനെ, യാ ബദവി, യാ ജീലാനി എന്ന് മാത്രം അവരോട് തേടുക. യാ ഷെയ്ഖ്, യാ ജീലാനി, ഇങ്ങനെ ജീലാനിയോടും ഷെയ്ഖിനോടും ഡയറക്റ്റ് ആയിട്ട് തേടുക. ഫലൈസ ഫീഹി ദിക്റുൻ ലില്ലാഹി ഫിദ്ദുആ, അള്ളാഹിനെ പറയുന്ന കോലയില്ല. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അള്ളാഹു അല്ലാത്ത മഅബൂദീങ്ങളെ, സൃഷ്ടികളെ, താഗൂത്തുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനാണ് ഇൽഹാദ് എന്ന് പറയുക. ഏതുപോലെ അതാണ് ഇൽഹാദ് എന്ന് പറയുന്നത്. ഷിർക്ക് രണ്ടും, ഷിർക്കാണെങ്കിലും കുഫ്റാണെങ്കിലും ഇൽഹാദാണെങ്കിലും എല്ലാം എന്ത് തന്നെയാണ്? ആഖിറത്തിൽ എല്ലാവരും നരകത്തിലാണ്, സാഹിബ് നരകത്തിലായിരിക്കും. കുഫ്ർ ചെയ്തവനും ഷിർക്ക് ചെയ്തവനും ഇൽഹാദ് ചെയ്തവനും സാഹിബുഹ മുഖല്ലദും ഫിന്നാർ, നരകത്തിൽ അവർ ശ്വാസതമായിരിക്കും എന്നുള്ളതാണ്.
എന്താണ് ഷിർക്കും കുഫറും തമ്മിലുള്ള വ്യത്യാസം? വൽഫർഖു ബൈന ഷിർക്ക് വൽ കുഫർ, കുഫറും ഷിർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഷിർക്ക് എന്ന് പറഞ്ഞാൽ മുസാവാത്തു ഗൈരില്ലാഹ് ബില്ലാഹി ഫീമാ ഹുവ മിൻ ഖസായിസില്ലാഹ്, അള്ളാഹുവിന്റെ ഖസായിസുകളിൽപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനോട് അള്ളാഹു അല്ലാത്തവരെ സമമാക്കുക. അള്ളാഹുവിന്റെ പ്രത്യേകതകളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമമാക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുക. അതോടുകൂടെ തന്നെ അവർ ചിലപ്പോൾ അള്ളാഹുവിനെയും വിളിക്കും. ഏതുപോലെ ഒരു ഷഖ്സ് പറയുക, യാ ബദവി ഇഷ്ഫി മറളി, എന്റെ ഷെയ്ഖെ എന്റെ രോഗം ശിഫയാക്കണേ, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്റെ കുട്ടിയുടെ അസുഖം മാറ്റണേ. അള്ളാഹുവിന്റെ ഖസായിസിൽ പെട്ടതാണ് രോഗം ശിഫയാക്കുക എന്നുള്ളത്. അതിനെ മറ്റുള്ളവരോട് ചോദിക്കുക എന്നുള്ളത് ഷിർക്കിൽ പെട്ടതാണ്. അതോടുകൂടെ ഈ ഷെയ്ഖ് അള്ളയോടും ചോദിക്കും, അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോഴാണ് ഷിർക്കായി വരുന്നത്. യദ്ഉ സാഹിബൽ ഖബരി വ റബ്ബൽ ആലമീൻ, ഇവൻ സാഹിബുൽ ഖബറിനോട് ചോദിക്കും, റബ്ബുൽ ആലമീനോട് ചോദിക്കും. ഇവനാണ് ഷിർക്ക് എന്ന് പറയുക, ഇതിനാണ് ഷിർക്ക് എന്ന് പറയുക. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അള്ളാഹുവിന് ഒരിക്കലും നിദ്ദുകളെ ഉണ്ടാക്കരുതേ, ആക്കരുതേ. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരിക്കെ. അതുപോലെ അള്ളാഹ് വേറൊരു ആയത്തിൽ പറഞ്ഞു, സൂറത്തുൽ ബഖറയിൽ തന്നെ, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിനെ കൂടാതെ ചില പകരക്കാരെ ആക്കും, അവർ അവരെ ഇഷ്ടപ്പെടും, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ. രണ്ടാൾ ഇഷ്ടപ്പെടും, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ അതിനെയും അവരെയും ഇഷ്ടപ്പെടുന്നു പറഞ്ഞാൽ മുസാവീന ലഹു ഫിൽ ഹുബ്ബി, സ്നേഹത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെയും അവർ ഇഷ്ടപ്പെടും, അവർ ആരാധിക്കുന്ന നദികളെയും ബദ്രീങ്ങളെയും അവർ ഇഷ്ടപ്പെടും, മമ്പറന്തങ്ങളെയും ഇഷ്ടപ്പെടും, മടവൂറിനെ ഇഷ്ടപ്പെടും, അതോടുകൂടെ നിസ്കരിക്കുകയും ചെയ്യും, അള്ളാഹ്ക്ക് നോമ്പെടുക്കുകയും ചെയ്യും, അള്ളാഹിനെ ഇഷ്ടപ്പെടും. ഇങ്ങനെ ഉള്ളതിനാണ് ഷിർക്ക് എന്ന് പറയും. വഹദഹു ഷിർക്ക്, അതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. കുഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതില് പിന്നെ അള്ളാഹിനെ മറ്റൊന്നിനോട് സാദൃശ്യമാക്കലില്ല കുഫറില്. പിന്നെന്താണ് കുഫർ എന്ന് പറഞ്ഞാൽ? ജഹദാണ്, നിഷേധമാണ്. ഔ തഹാവുനും ഫീ ദാലിക്കൽ, ആ വിഷയത്തെ എതിർക്കുക. നിസ്കാരം അങ്ങനൊന്നും ഇസ്ലാമിലില്ല. നോമ്പ് എന്ത് നോമ്പ്, അതൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ജഹദ് നിഷേധിക്കുന്നതിനാണ് കുഫർ എന്ന് പറയുന്നത്. ജഹദ് അല്ലദി ഹുവ അസ്ലുൽ കുഫർ, മനസ്സിലായില്ലേ? ചുരുക്കി പറഞ്ഞാൽ വകുല്ലു ഷിർക്കിൻ കുഫറുൻ, എല്ലാ ഷിർക്കും അത് കുഫറായിട്ട് വരും, നിഷേധമായിട്ട് വരും. നേരെ എതിരില്ല. എല്ലാ കുഫറും എന്തല്ല? ഷിർക്കല്ല. കുഫർ മുഴുവൻ ഷിർക്കല്ല. ഷിർക്കല്ലാത്തപ്പോ ഇസ്ലാമിലെ കാര്യങ്ങളെ തള്ളി പറഞ്ഞാൽ അവൻ കാഫിറാണ്. നോമ്പിനെ തള്ളി പറഞ്ഞാൽ കാഫിറാണ്. പ്രവാചകന്മാരെ തള്ളി പറഞ്ഞാൽ കാഫിറാണ്. അവൻ എന്തല്ല? ഷിർക്കല്ല. അത് ഷിർക്കിൽ പെടൂല. അപ്പൊ എല്ലാ കുഫറും ഷിർക്കല്ല, നേരെ മറിച്ച് ഷിർക്ക് മുഴുവൻ എന്താണ്? കുഫർ ആണ് എന്നർത്ഥം. ഒരാൾ പറയാണ് യാ ബദവി എന്ന് പറഞ്ഞാൽ അത് ഷിർക്കുമാണ്, കുഫറുമാണ്. യാ ഷേഖ് മുഹിയുദ്ദീൻ എന്നൊരാൾ വിളിക്കുകയാണെങ്കിൽ, യാ മമ്പറത്തെ തങ്ങളെ എന്നൊരാൾ വിളിക്കുകയാണെങ്കിൽ അവിടെ ഷിർക്കും ഉണ്ട്, കുഫറും ഉണ്ട്. നേരെ മറിച്ച് വൽ ഇസ്തിഹ്സാഉ ബിദ്ദീൻ, ഒരാൾ ദീനിനെ പരിഹസിക്കുകയാണെങ്കിൽ അവിടെ കുഫർ എന്നേ പറയാൻ പറ്റുള്ളൂ, അവിടെ ഷിർക്ക് എന്ന് പറയാൻ പറ്റുകയില്ല. അതുപോലെ ഇനി നമ്മൾ അന്നാഖിദുൽ അവ്വൽ, ഒന്നാമത്തെ നാഖിൽ ഏതാണ്? 10 എണ്ണമാണ് പ്രധാനപ്പെട്ട ഇസ്ലാം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, 10 എണ്ണമാണ് എന്ന് പറഞ്ഞു. ആ 10 എണ്ണത്തിലെ പിന്നെ ഒന്ന് ഏതാണ്? അൽ അവ്വലു അശ്ശിർക്കു ഫി ഇബാദത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ ആരാധനയിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹുവിന്റെ ആരാധനയിൽ പങ്കു ചേർക്കുക, അതാണ് നേരത്തെ പറഞ്ഞ ഇൽഹാദ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഒന്നാമത്തത് ഇൽഹാദാണെന്ന് പറഞ്ഞല്ലോ. അതെന്ന് പറഞ്ഞാല് അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക. അവർ അള്ളാഹുവിനെ വിളിക്കുകയില്ല. ആ വിഷയത്തിൽ ആ ഷെയ്ഖിനെ മാത്രമേ വിളിക്കുകയുള്ളൂ. അതാണ് ഇവിടെ
ഇബാദത്തിൽ ഷിർക്ക് വരിക എന്ന് പറഞ്ഞാൽ തെളിവ് എന്താണ്? അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു തആല അവനക്ക് ഷിർക്ക് ചെയ്യുന്നതിനെ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. നേരെ മറിച്ച് അല്ലാത്തതൊക്കെ അല്ലാഹു തആല അവന് ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുത്തേക്കാം. അപ്പോ ഈ ഇബാദത്തിൽപ്പെട്ട ഷിർക്കിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് അദ്ദബഹു ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുക. അപ്പോ അല്ലാഹു അല്ലാത്തവർക്ക് ബദരീങ്ങളുടെ പേരിൽ അറവ് നടത്തുക, അതുപോലെ തന്നെ ജിന്നിന് വേണ്ടി അറവ് നടത്തുക, കബറാളികൾക്ക് വേണ്ടി അറവ് നടത്തുക. ഇതൊക്കെ അറവ് നടത്തുമ്പോൾ അവർ അള്ളാഹുവിൽ നിന്നല്ല സഹായം പ്രതീക്ഷിക്കുന്നത്. ബദരീങ്ങൾക്ക് അറവ് നടത്തുമ്പോൾ ബദരീങ്ങളുടെ മദതിനെയും സഹായത്തെയുമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജിന്നിന് അറവ് നടത്തുമ്പോൾ ജിന്നിന്റെ സഹായമാണ് അവർ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ കബറുകളിലേക്ക് അറവ് നടത്തുമ്പോൾ ആ കബറിൽ മടവട്ട് കിടക്കുന്ന സ്വാലിഹീങ്ങളുടെ സ്നേഹവും അവരുടെ മദതിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ അള്ളാഹുവിൽ നിന്നൊന്നല്ല. അപ്പൊ ഇതിനാണ് ഇൽഹാദ്, കുഫർ, ഷിർക്ക്. ഈ ഷിർക്കിനാണ് ഇബാദത്തിൽ ഷിർക്ക്, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഷിർക്ക് വരുന്നാൽ അവൻ ഒന്നാമത്തെ ഈമാൻ മുറിഞ്ഞു പോകുന്ന കാര്യത്തിൽ ഒന്നാമത്തതാണത്. അശ്ശിർക്കു ഫി ഇബാദത്തില്ല. സത്യത്തിൽ അതാണ് ഇൽഹാദ്. ഇൽഹാദ് ഇന്ന് ജീവിച്ചിരിക്കുന്ന വൽ ഇൽഹാദു ഫിൽ ഇബാദത്തി ഹുവ ജുല്ലു ഷിർക്കിൽ മുശ്രിക്കീനൽ ആൻ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അധികവും ഇൽഹാദിന്റെ ആളുകളാണ്. അത് അബൂജഹലിന്റെയും അനുയായികളുടെയും ഷിർക്കിനേക്കാൾ കടുപ്പാണ്. അബൂജഹലും അനുയായികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവർ ഷിർക്ക് ചെയ്തിരുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്ക് അള്ളാഹുവിനോട് ശഫാഅത്ത് ചോദിക്കും, അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. ഇന്ന് അങ്ങനെയല്ല. ഡയറക്റ്റ് ആയിട്ട് ലോകം നിയന്ത്രിക്കുന്നത് തന്നെ അള്ളാഹിന്റെ ഔലിയാക്കന്മാരാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്ന് പറയാ? അപ്പോ ഡയറക്റ്റ് ആയിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര്, അമ്പിയാക്കന്മാര്, ശുഹദാക്കള് ഇവർ ഡയറക്റ്റ് ആയിട്ട് സഹായിക്കും. അവരിൽ നിന്നുള്ള സഹായമാണ്. അവരാണ് ഇപ്പോ നാട്ടിലൊക്കെ വളരെ ചർച്ച നടക്കുകയാണ്. ആരാണ് മൊഹീദ്ദീൻ ഷേഖ് തന്നെയാണോ ശിഫയാക്കുന്നത്, മൊഹീദ്ദീൻ ഷേഖ് തന്നെയാണോ രോഗം ശിഫപ്പെടുന്നൊക്കെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടേതായ ഇന്ന് നടക്കുന്ന ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ വിശ്വാസം തന്നെ ഈ വ്യക്തികൾ അഥവാ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും തന്നെ അവർ തന്നെ ഇവരുടെ രോഗം ശിഫയാക്കും, അവർ തന്നെ ഇവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. അതാണ് ഇബാദത്തിലുള്ള ഷിർക്ക് എന്ന് പറയുന്നത്. എന്നാൽ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അവരുടെ ഷിർക്ക് ഇതിന്റെ കുറവാ. അവർ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവരുടെ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞെന്താണ്? വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ എന്നാണ്. എന്താണ്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെന്താ പറയാ? മാ നഅബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അവർ അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പൊ അള്ളാഹിനെ അവര് വിട്ടിട്ടില്ല. പടച്ചവനെ അവർ വിടാതെ ആ അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളെ സഹായിക്കും, എത്തിക്കും എന്നുള്ളതാണ്. വേറൊരു ആയത്തിൽ ശുഫാ എന്ന് കാണാം, അള്ളാഹുവിനോട് ഇവർ ഷഫാഅത്ത് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഇന്നുള്ള ആളുകൾ എന്താണ്? അമ്മൽ ആന യദ്ഹബു ഇലാ സാഹിബിൽ ഖബർ, ഖബറിന്റെ അടുത്തേക്ക് പോയിട്ട് യഖൂലു, അവൻ പറയും, യാ സാഹിബൽ ഖബർ ഫുലാൻ, മമ്പുറത്തെ തങ്ങളെ, ബദരീങ്ങളെ, മടവൂർ ശൈഖേ, ഇഷ്ഫി മറളി, എന്റെ രോഗം ശിഫയാക്കണേ. വളരെ ഷിർക്ക്, വളരെ ഗൗരവത്തോടു കൂടെ ആളുകൾ തീരെ ചിന്തിക്കാതെ, ദീനിനെ കുറിച്ച് തീരെ ഒരു ചുക്കും മനസ്സിലാക്കാതെ സാധാരണക്കാരായ ആളുകൾ ഈ പണ്ഡിതന്മാരുടെ ബടായിയും വാക്കും കേട്ടുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ തെറിച്ചു പോകുന്ന ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ അടിമകളോട് ഡയറക്റ്റ് ആയി ചോദിക്കുന്ന രംഗങ്ങളാണ് ഇന്ന് നാട്ടിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആളുകളുടെ ഇടയിൽ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ ഗൗരവത്തോടു കൂടിയാണ് നാം ഇത് മനസ്സിലാക്കേണ്ടത്. ഒരാള് ഖബറിന്റെ അടുത്ത് പോയിട്ട് യാ സാഹിബൽ ഖബർ, ഇപ്പൊ മടവൂരിന്റെ അടുത്ത് പോയിട്ട് മടവൂരെ ഷെയ്ഖ്, മടവൂരെ, മമ്പുറത്ത് പോയിട്ട് ഷെയ്ഖ് മമ്പുറത്തെ തങ്ങളെ,
പിന്നെ അത് ബദരീങ്ങളെ എന്ന് വിളിച്ചിട്ട് അവരോട് പറയാണ് ഇഷ്ഫി മറുതി എന്റെ രോഗം ശിഫയാക്കണേ എന്ന്. അവിടെ അള്ളാഹുവിനെ പറച്ചിലേ ഇല്ല, അള്ളാഹുവിനെ കുറിച്ച് ഒരു പറച്ചിലും അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് വഹാദാ ദംബുൻ അദീമുൻ, അത് വലിയ പാപമാണ്, വലിയ പാപമാണ് എന്ന് മനസ്സിലാക്കണം. അഅ്ളമു മിനശ്ശിർക്ക്, ശിർക്കിനേക്കാൾ വലുതാണ്. ഇൽഹാദ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ വിളിക്കാതെ അള്ളാഹുവിന്റെ അടിമകളെ മാത്രം വിളിക്കുന്ന ഇൽഹാദ് എന്ന് പറയുന്നത് ഷിർക്കിനേക്കാൾ കടുപ്പമാണ്. മക്കാ മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്നത് ഷിർക്കാണ്. അവർ അള്ളാഹുവിനോട് കൂടെ തന്നെ മറ്റുള്ള അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഷിർക്കാണ് അവർ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഇൽഹാദ് ചെയ്യുന്നത് ഈ ഷിർക്കിനേക്കാൾ വളരെ ഗൗരവമുള്ളതാണ്. അതല്ലേ? എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു വമിൻഹു അദ്ദബഹു ലിഗൈരില്ലാഹ്, അതിൽപ്പെട്ടതാണ് അള്ളാഹു അല്ലാത്തവർക്ക് അറവ് നടത്തുക. ഫഹുവ ലം യദ്ഹബ് ലില്ലാഹി വലിസാഹിബിൽ ഖബർ, അറക്കുന്ന ആള് അള്ളാഹ്ക്കും ബദരീങ്ങൾക്കും വേണ്ടിയല്ല അറക്കുന്നത്, അള്ളാഹ്ക്കും മമ്പർഹൃതങ്ങൾക്കും വേണ്ടിയല്ല അറക്കുന്നത്. അപ്പൊ ഷിർക്കാവുക. ഇത് ഡയറക്റ്റ് ആയിട്ട് ബദരീങ്ങൾക്ക് അറവ് നടത്തുന്നു, മമ്പുറന്തങ്ങൾക്ക് അറവ് നടത്തുന്നു, ഷെയ്ഖ് മടവൂരിന് അറവ് നടത്തുന്നു. അങ്ങനെ അറവ് നടത്തുമ്പോൾ ആ കബറാളിക്ക് വേണ്ടി മാത്രമാണ് അവർ നടത്തുന്നത്. അവൻ എന്താണ്? ഷിർക്കാണ് ചെയ്തത്, ഇൽഹാദായ ഷിർക്കാണ്. ചുരുക്കി പറഞ്ഞാൽ വൽ ഇൽഹാദു അഅ്ളമു മിനശ്ശിർക്കി വൽ ഇയാദു ബില്ലാഹ്, ഇൽഹാദ് എന്ന് പറയുന്നത് ഷിർക്കിനേക്കാൾ ഗൗരവമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മെ കാത്തുമാറാവട്ടെ. വഇൻ കാനൽ ജമീഉ സാഹിബഹു മുഖല്ലദുൻ ഫിന്നാർ, എന്ത് ചെയ്താലും ചെയ്യുന്ന ആളുകൾ നരകത്തിൽ കടക്കേണ്ടവർ തന്നെയാണ്. എന്നിട്ട് ഷെയ്ഖ് അതിന് തെളിവ് പറഞ്ഞത് വദ്ദലീലു ഖൗലുഹു തആല ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അല്ലാഹു തആല ശിർക്ക് ചെയ്യുന്നതിനെ പുറത്തു കൊടുക്കുകയില്ല, അതല്ലാത്തതിനെ അല്ലാഹു തആല ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അല്ലാഹ്ക്ക് ശിർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലാഹു അവർക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, അവരുടെ അഭയകേന്ദ്രം നരകമാണ്, അക്രമികൾക്ക് സഹായിക്കാൻ ആരെയും കിട്ടുകയില്ല. ഈ രണ്ട് ആയത്തിൽ 3-4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, അന്നല്ലാഹ ലാ യഗ്ഫിറുഹു, അല്ലാഹ് ശിർക്ക് ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കൂല, ഒരു തെറ്റും ഒരു പാപവും പുറത്തു കൊടുക്കൂല എന്നർത്ഥം. ഷിർക്ക് ഒഴികെ ഷിർക്കല്ലാത്തതൊക്കെ പുറത്തു കൊടുക്കും, ഷിർക്ക് പുറത്തു കൊടുക്കൂല. രണ്ടാമത്തത് എന്താണ് ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അല്ലാഹ് അവനക്ക് നിഷിദ്ധമാക്കി എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? മൂന്നാമത് ആയത്തിന്റെ മഫ്ഹൂം എന്താണ്? വമഅവാഹുൻ നാർ, നരകമാണ് അവന്റെ അഭയകേന്ദ്രം. ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅദ്ദ ലഹും സഈറ, അല്ലാഹു കാഫിരീങ്ങളെ ശപിച്ചിരിക്കുന്നു, നരകത്തെ അല്ലാഹു തആല അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. നാലാമത്തത് അന്ന ജമീഅൽ അഅമാലി സ്വാലിഹ അല്ലതി യഅമലുഹാ അൽ മുശ്രിഖു ബാത്തില, മുശ്രിക്ക് എന്ത് സൽക്കർമ്മം ചെയ്താലും അത് ബാത്തില, പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടുകയില്ല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ധൂളകളായി പാറുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഒരു കളവ് നടത്തിയ ആളാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മശീയത്തിലാണ്, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലാണ്. ഒന്നിരിക്കൽ അള്ളാഹു അവനക്ക് പുറത്തു കൊടുക്കാൻ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം, നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. എന്നാൽ ചില സമയത്ത് അള്ളാഹുവിന് വേണമെങ്കിൽ അവൻ നരകത്തിലിടാം, അത് അള്ളാഹുവിന്റെ നീതിപൂർവമായ വിധിയിൽ വരും. എന്നാൽ ഷിർക്ക് അങ്ങനെയല്ല. ഷിർക്ക് അള്ളാഹു തആല അവന് നിത്യമായി നരകമാണ്, സ്വർഗത്തെ അള്ളാഹു തആല അവന് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ എന്താണ് പ്രാർത്ഥനയില് ഷിർക്കിന്റെ ഇനങ്ങളിൽ നേരത്തെ പറഞ്ഞു, ഇൽഹാദിന്റെ ഒരുപാട് ഇനങ്ങളിൽ പറഞ്ഞു. ഒരു ഉദാഹരണം പറയാ, ഒരാൾ പറയാ റസൂലല്ലാഹ് അഗ്സിനി അവ ഗഫിർലി സല്ലത്തി, അള്ളാന്റെ റസൂലെ എന്നെ സഹായിക്കണം, എന്റെ പാപങ്ങൾ പുറത്തു തരണം, എന്റെ വീഴ്ച മാറ്റി തരണം, എന്റെ രോഗം ശിഫയാക്കണം, എനിക്ക് തൗബ ചെയ്യണം, എനിക്ക് ഭക്ഷണം തരണം. ഇതൊക്കെ പറഞ്ഞാൽ അത് ഷിർക്കുൽ അക്ബറാണ് എന്ന് ഒരു മടിയുമില്ലാതെ ആളുകൾ
ഒരു മടിയുമില്ലാതെ പടച്ചവനെ കുറിച്ച് യാതൊരു ഭയവുമില്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വളരെ വ്യക്തമായി ഈ സത്യം നാം മനസ്സിലാക്കുകയും അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം. അങ്ങനെ സമൂഹത്തെ കത്തിയാളിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഹാദാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.